അഡ്വോക്ക് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അശ്വിൻ. നമ്മൾ സൈമൺ കമ്മീഷൻ വരുന്ന ഭാഗത്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ മൊണ്ടേഗ്-ചെംസ്ഫോർഡ് റിഫോംസ് എന്ന് പറയുന്ന നിയമത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയും പുതിയ ഭരണഘടന എങ്ങനെ കൊണ്ടുവരണം എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും 10 വർഷത്തിന് ശേഷം, അതായത് 1919 നിന്നും 10 വർഷം അപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് ഏത് ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്നിട്ട് നമ്മൾ പറഞ്ഞു നിർത്തി 10 വർഷമല്ല 8 വർഷമായപ്പോഴത്തേക്കും ഒരു കമ്മീഷൻ നിലവിൽ വന്നു. ആ കമ്മീഷന്റെ പേരാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ എന്താണ്? സൈമൺ കമ്മീഷൻ 1927 8 വർഷമല്ലായുള്ളൂ. 1919 നിന്നും 8 വർഷം കഴിഞ്ഞപ്പോൾ 1927 ഇന്ത്യയിൽ ഒരു കമ്മീഷൻ നിലവിൽ വന്നു. അതിന്റെ പേര് സൈമൺ കമ്മീഷൻ. പക്ഷെ അതിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് സൈമൺ കമ്മീഷൻ അല്ല. അതിന്റെ ശരിയായിട്ടുള്ള പേരെന്തായിരുന്നു? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. എന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സൈമൺ ആയിരുന്നു. ആരായിരുന്നു? സർ ജോൺ സൈമൺ. ആരായിരുന്നു? സർ ജോൺ സൈമൺ. അതുകൊണ്ടാണ് അതിന്റെ പേര് എന്ത് എന്ന് കിട്ടിയത്? സൈമൺ കമ്മീഷൻ എന്ന് കിട്ടിയത്. നമ്മൾ എന്ത് പഠിച്ചു? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അഥവാ മൊണ്ടേഗ്-ചെംസ്ഫോർഡ് റിഫോംസ് അതിനെ കുറിച്ച് പഠിക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. വർഷം 1927. അതിന്റെ പേരാണ് ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. അതിന് ഹെഡ് ആരായിരുന്നു? സർ ജോൺ സൈമൺ. അതുകൊണ്ട് അതിന്റെ പേരെന്തായി? സൈമൺ കമ്മീഷൻ എന്നുള്ള പേര് കിട്ടി. ഓക്കെ, സോ ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വിട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ സ്റ്റാൻലി ബാൾഡ്വിൻ. എന്താണ്? ബാൾഡ്വിൻ ആണ് കേട്ടോ. ബാൾഡ്വിൻ, സ്റ്റാൻലി ബാൾഡ്വിൻ. ആരാണ്? സ്റ്റാൻലി ബാൾഡ്വിൻ ആയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. എന്താ പ്രത്യേകത? അദ്ദേഹമാണ് 1927 ആ സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച പ്രധാനമന്ത്രി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ആ സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ലോർഡ് ബിർക്കിൻഹെഡ് ആയിരുന്നു. ആരാണ്? ലോർഡ് ബിർക്കിൻഹെഡ്. ബിർക്കിൻഹെഡ് പഠിച്ചു വെക്കുക കേട്ടോ. മറ്റേതാരാ? ബാൾഡ്വിൻ. ബാൾഡ്വിൻ. ഇവിടെ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചത്. ബാൾഡ് തലയിലെ ബാൾഡ് എന്ന് പറയുന്നത് അല്ലെ പെട്ടത്തല. ഇവിടെ ആരുണ്ട്? ഹെഡ് ഉണ്ട് അല്ലെ. ബാൾഡ് ഹെഡ്. അപ്പൊ ബാൾഡ്വിൻ എന്ന് പറയുന്നത് ആരായിരുന്നു? അന്നത്തെ പ്രൈം മിനിസ്റ്റർ. ഹെഡ് ബിർക്കിൻഹെഡ് ആരായിരുന്നു? ആ ബിർക്കിൻഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നു. ഏത് സമയത്ത്? സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്ന സമയത്ത്. അപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു? ഇർവിൻ പ്രഭു. ലോർഡ് ഇർവിൻ അല്ലെ. ഇർവിൻ പ്രഭു. നിങ്ങൾ വൈസ്രോയിമാരിൽ പഠിച്ചിട്ടുണ്ടാവാം. ഇർവിൻ പ്രഭു. ആരാണ്? ഇർവിൻ പ്രഭു. അപ്പൊ 3 പേരുടെ പേര് പഠിച്ചല്ലോ. സ്റ്റാൻലി ബാൾഡ്വിൻ, 2 ലോർഡ് ബിർക്കിൻഹെഡ്, 3 ഇർവിൻ. പിന്നെ ആരെ പഠിച്ചു? ഡോക്ടർ അല്ല, സർ ജോൺ സൈമൺ. ആരാണ്? സർ ജോൺ സൈമൺ. ഓക്കെ, ഇത് കൂടാതെ ഈ കമ്മീഷനകത്ത് 6 പേരും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ആകെ അംഗങ്ങൾ എത്രയാ? 7 അംഗങ്ങൾ. സർ ജോൺ സൈമൺ ഉൾപ്പെടെ 7 അംഗങ്ങൾ. സൈമൺ കൂടാതെ 6 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിലെ പ്രധാനിയായ മറ്റൊരു പേരാണ് ക്ലെമന്റ് ആറ്റ്ലി. എന്താ ക്ലെമന്റ് ആറ്റ്ലിയുടെ പ്രത്യേകത? ക്ലെമന്റ് ആറ്റ്ലി പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി മാറി കേട്ടോ. ഈ സൈമൺ കമ്മീഷനിലെ അംഗമായിരുന്ന പിന്നീട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? ക്ലെമന്റ് ആറ്റ്ലി ആണ്. ക്ലെമന്റ് ആറ്റ്ലി. 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ 7 അംഗങ്ങളും ആരായിരുന്നു? ഇംഗ്ലീഷുകാരായിരുന്നു. അതുകൊണ്ട് ഇതിനെ വേറൊരു പേരിൽ അറിയപ്പെടും. എന്താ പേര്? ഓൾ വൈറ്റ് മെൻ കമ്മീഷൻ. എന്താണ്? ഓൾ വൈറ്റ് മെൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ ഏതായിരുന്നു? സൈമൺ കമ്മീഷൻ. ഓൾ വൈറ്റ് മെൻ കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരുപാട് പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഇതിനെതിരെ ഉണ്ടായി. കാരണം എന്താ? ഇന്ത്യയിൽ ഒരു ഭരണഘടന കൊണ്ടുവരിക അല്ലെ. ഇന്ത്യയിൽ ഒരു ആക്ടിനെ മാറ്റി പുതിയൊരു ആക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വന്ന കമ്മീഷനാ. അപ്പോൾ ഇന്ത്യക്കാരും ഇല്ല. 1909 കൗൺസിൽസ് ആക്ടും 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ വന്നപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നു, എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് ഇന്ത്യക്കാരെ കൊണ്ടുവരുന്നു, ഇന്ത്യക്കാരുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നു.
പക്ഷെ ഇന്ത്യക്കാർക്ക് വേണ്ടി ഒരു ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു കമ്മീഷനകത്ത് ഇന്ത്യക്കാർ ആരുമില്ല, എല്ലാവരും ഇംഗ്ലീഷുകാര്. സോ പ്രതിഷേധം എന്ത് ചെയ്യുന്നു? ആഞ്ഞു പിടിക്കുന്നു. അങ്ങനെ 1928 ഫെബ്രുവരി 3-ാം തീയതി മുംബൈയിൽ ആരെത്തുന്നു? സൈമൺ കമ്മീഷനും ടീമും എത്തുന്നു. സൈമൺ കമ്മീഷന്റെ ടീം എവിടെ എത്തുന്നു? മുംബൈയിലെത്തി. അപ്പോൾ ഇന്ത്യയിൽ സൈമൺ കമ്മീഷൻ വന്നത് എന്ന് 1928 ഫെബ്രുവരി മാസം 3-ാം തീയതി. ഫെബ്രുവരി 3 1928. നിയമിച്ചതോ 1927. ആര് നിയമിച്ചു? അന്നത്തെ പ്രൈം മിനിസ്റ്റർ, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്ന ബാൾഡ്വിൻ അല്ലെ, ബാൾഡ്വിൻ അല്ലെ, സ്റ്റാൻലി ബാൾഡ്വിൻ. ആ സമയത്തെ സെക്രട്ടറി ആരായിരുന്നു? ബിർക്കൻ ഹെഡ് ആയിരുന്നു. ആ സമയത്തുള്ള വൈസ്രോയ് ആയിരുന്നു ഇർവിൻ ആയിരുന്നു. ആരായിരുന്നു അധ്യക്ഷൻ? ജോൺ സൈമൺ ആയിരുന്നു. അതിലെ കമ്മിറ്റിയിലെ അംഗമായിരുന്ന പ്രമുഖനാരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ഈ കമ്മീഷന്റെ മറ്റൊരു പേരെന്താ? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നായിരുന്നു. ഇവരെ ഇന്ത്യയിലെത്തിയതെന്ന 1928 ഫെബ്രുവരി 3-നാണ്. ഇന്ത്യയിൽ എവിടെ എത്തി? മുംബൈയിലെത്തി. ഓക്കെ. അതിനുശേഷം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കും ഇവര് യാത്ര ചെയ്യുകയുണ്ടായി. അവിടെ എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുന്നു. അങ്ങനെ സൈമൺ കമ്മീഷനെതിരെ പ്രക്ഷോഭങ്ങൾ നയിക്കാൻ പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എന്ന് 1927. സൈമൺ കമ്മീഷനകത്ത് ഇന്ത്യക്കാരാരുമില്ല, ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്ന പ്രമേയം പാസാക്കിയ വർഷം 1927. എവിടെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ. അത് എവിടെ വെച്ച് നടന്നു? ആ സമ്മേളനം മദ്രാസിൽ വെച്ച് നടന്നു. മദ്രാസിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നു. വർഷം 1927. അങ്ങനെ മദ്രാസിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നപ്പോൾ INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചാൽ MA അൻസാരി. ഹമീദ് അൻസാരി അല്ല, MA അൻസാരി. 1927 INCയുടെ പ്രസിഡന്റ് MA അൻസാരി. പ്രത്യേകത എന്താ? മദ്രാസിൽ വെച്ച് നടന്നു. ആ മദ്രാസിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് പ്രത്യേകത എന്താ? അതെ, സൈമൺ കമ്മീഷനെതിരെ പ്രക്ഷോഭങ്ങൾ നയിക്കുവാനായിട്ടുള്ള പ്രമേയം പാസാക്കി. ഓക്കെ, സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്ന വർഷം 27. എവിടെ വെച്ച്? മദ്രാസിൽ. ആരായിരുന്നു അധ്യക്ഷൻ? MA അൻസാരി. ക്ലിയർ ആണല്ലോ. ഇനി ആരാണ് ഈ ടി പ്രകാശം എന്ന് പറയുന്നത്? സൈമൺ കമ്മീഷനെതിരെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രക്ഷോഭങ്ങൾ നടന്നു. അപ്പോൾ മദ്രാസിൽ പ്രക്ഷോഭം നയിച്ച വ്യക്തിയാണ് ടി പ്രകാശം എന്താണ്? മദ്രാസിൽ സൈമൺ കമ്മീഷനെതിരെ പ്രക്ഷോഭം നയിച്ച വ്യക്തിയാണ് ടി പ്രകാശം മദ്രാസിൽ പ്രക്ഷോഭം നയിച്ചു. ആർക്കെതിരെ? സൈമൺ കമ്മീഷനെതിരെ. പഠിച്ചു വയ്ക്കാം. ഇനിയോ ഇവിടെ വലിയ മുദ്രാവാക്യങ്ങൾ വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം സൈമൺ ഗോ ബാക്ക്. എന്താണ്? സൈമൺ ഗോ ബാക്ക് അല്ലെ. ഇവരെ ട്രെയിനിൽ ഓരോ സ്റ്റേഷനിലും വന്നിറങ്ങുമ്പോഴെല്ലാം അവിടെ പ്രക്ഷോഭങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളും അന്നത്തെ HSRIയുടെ നേതൃത്വത്തിലുള്ള അല്ലെ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ഒരുപാട് നേതാക്കള് ഈ റെയിൽവേ സ്റ്റേഷനിലെല്ലാം തിങ്ങിക്കൂടി വന്ന് പ്രക്ഷോഭങ്ങൾ നയിക്കുന്നു. മദ്രാസിൽ ടി പ്രകാശം വരുന്നു. ഒരു സ്ഥലത്ത് ലാലാ ലജ്പത് റായ് വരുന്നു. അങ്ങനെ പ്രക്ഷോഭങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് വന്ന വലിയൊരു മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. എന്താണ്? സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം കൊണ്ടുവന്ന വ്യക്തി യൂസഫ് മെഹർ അലി. ആരാണ്? യൂസഫ് മെഹർ അലി. പഠിച്ചു വെക്കുക. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നത് ആരാണ്? യൂസഫ് മെഹർ അലിയാണ്. അങ്ങനെ പ്രക്ഷോഭങ്ങൾ വരുന്നു. ലാലാ ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു? പ്രക്ഷോഭങ്ങൾ വളരെ വലിയ രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ലാത്തി ചാർജ് നടക്കുന്നു. ആ ലാത്തി ചാർജിൽ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? ലാലാ ലജ്പത് റായ്. പഠിച്ചു വെക്കുക. സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ സമയത്ത് ലാത്തി ചാർജിൽ മരണപ്പെട്ട വ്യക്തി സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്ന് ചോദിച്ചാൽ ലാലാ ലജ്പത് റായ് ആണ്. ആ ലാത്തി ചാർജിനെ നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ജെയിംസ് എ സ്കോട്ട്. ആരാണ്? ജെയിംസ് എ സ്കോട്ട് ആണ് ലാലാ ലജ്പത് റായ്ക്കെതിരെയുള്ള ലാത്തി ചാർജിനെ നേതൃത്വം നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ജെയിംസ് എ സ്കോട്ട് ആണ്. പല പുസ്തകങ്ങളിലും സാൻഡേഴ്സ് എന്ന് കാണും, പക്ഷെ സാൻഡേഴ്സ് അല്ല, സ്കോട്ട് ആണ് ശരി ഉത്തരം. ജെയിംസ് എ സ്കോട്ട് ആണ്. അപ്പൊ എന്താ സാൻഡേഴ്സിന്റെ പ്രത്യേകത? അങ്ങനെ ലാലാ ലജ്പത് റായിനെ
വധിച്ച ജെയിംസ് സ്കോട്ടിനെ കൊല്ലുവാനായിട്ട്, ജെയിംസ് സ്കോട്ടിനെ വധിക്കുവാനായിട്ട് കുറച്ചുപേര് പ്ലാൻ ചെയ്യുന്നു. ആരൊക്കെയാ അതിനകത്തുള്ളത്? നിങ്ങൾക്കറിയാം, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് അല്ലെ, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയുള്ള വ്യക്തികളെല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ, എന്താണ്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരൊക്കെയാ? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ജെയിംസ് സ്കോട്ടിനെ വധിക്കുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വധിക്കാൻ ചെന്ന സമയത്ത് ആള് മാറിപ്പോയി. രാജ്ഗുരു വെടിവെച്ച് വീഴ്ത്തുന്നത് ആരെയാണ്? സാൻഡേഴ്സിനെയാണ്. ആരെയാണ്? സാൻഡേഴ്സിനെ വെടിവെക്കുന്നു. ആരാണ് വെടിവെച്ചത്? രാജ്ഗുരു ആള് മാറി ജെയിംസ് സ്കോട്ടിന് പകരം ബുള്ളറ്റിൽ വന്ന സാൻഡേഴ്സിനെ വെടിവെച്ച് വീഴ്ത്തുന്നു. കൂടെ പിന്നാലെ ഓടിപ്പോയി ഭഗത് സിംഗും സുഖ്ദേവും തുരുതുര വെടിവെക്കുന്നു. 8 ബുള്ളറ്റുകൾ കൊണ്ട് നിറച്ച് എന്ത് ചെയ്യുന്നു? സാൻഡേഴ്സിനെ വധിക്കുന്നു. സാൻഡേഴ്സിനെ വധിച്ചത് ആര്? ഭഗത് സിംഗും രാജ്ഗുരും സുഖ്ദേവും കൂടിയിട്ട്. അപ്പൊ ചന്ദ്രശേഖർ ആസാദ് എന്ത് പറ്റി? ചന്ദ്രശേഖർ ആസാദ് ഇവരെ കവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? സാൻഡേഴ്സിനെ വധിച്ചതിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയില് ചന്നൻ സിംഗ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ, ചന്നൻ സിംഗ്, ആരാണ്? ചന്നൻ സിംഗ്. എന്നാൽ ഇന്ത്യൻ പട്ടാളക്കാരൻ എന്ന് പറഞ്ഞാലും ബ്രിട്ടീഷ് സൈന്യാധിപനാണ് അല്ലെ, ബ്രിട്ടീഷ് സൈന്യത്തിലാണെന്ന്. ഇന്ത്യക്ക് പട്ടാളം ഇല്ലല്ലോ. ഇന്ത്യൻ പട്ടാളം എന്ന് പറയുന്നത് എന്താ? ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളം അല്ലെ. അപ്പൊ ഇന്ത്യക്കാരനായ ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളക്കാരനായ ചന്നൻ സിംഗിനെ വധിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ചന്ദ്രശേഖർ ആസാദ് ആണ്. ഇതെല്ലാം സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. സൈമൺ കമ്മീഷൻ എങ്ങനെ ഇവിടെ വന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലെ? നിങ്ങൾ ആലോചിക്കണ്ടാവും, പറഞ്ഞ ഹിസ്റ്ററി ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് അല്ലെ. സൈമൺ കമ്മീഷൻ വന്നതിന് വേണ്ടിയിട്ട് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് പഠിക്കുന്നതിനും പരിഷ്കരിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട പുതിയ ഭരണഘടന രൂപീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി വന്ന കമ്മീഷൻ സൈമൺ കമ്മീഷൻ ആകുമ്പോൾ സൈമൺ കമ്മീഷന്റെ ചരിത്രം എന്തായി? ഭരണഘടനയുടെ ചരിത്രമായി മാറി അല്ലെ. അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ലാലാ ലജ്പത് റായെ ലാത്തി ചാർജിൽ മരണപ്പെടാൻ കാരണമായ വ്യക്തിയായിരുന്നു ജെയിംസ് സ്കോട്ട്. പക്ഷെ ജെയിംസ് സ്കോട്ടിനെ കൊല്ലാൻ പറ്റിയില്ല, വധിക്കാൻ സാധിച്ചില്ല. പകരം ആരെ വധിക്കുന്നു? സാൻഡേഴ്സിനെ വധിക്കുന്നു. ആര് വധിക്കുന്നു? ഭഗത് സിംഗും രാജ്ഗുരും സുഖ്ദേവും കൂടി വധിക്കുന്നു. അതോടൊപ്പം തന്നെ ചന്നൻ സിംഗിനെ ആര് വധിക്കുന്നു? ചന്ദ്രശേഖർ ആസാദ് വധിക്കുന്നു. അതിനുശേഷം എന്തുണ്ടാവുന്നു? ഇവരെ ബട്ടുകേശ്വർ ദത്തുമായി ചേർന്ന് ഭഗത് സിംഗും ബട്ടുകേശ്വർ ദത്തുമായി ചേർന്ന്, നിങ്ങൾക്കറിയാം ബട്ടുകേശ്വർ ദത്തും ഭഗത് സിംഗും കേട്ടിട്ടുണ്ടോ? ബട്ടുകേശ്വർ ദത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേൾക്കൂ. ബട്ടുകേശ്വർ ദത്ത് ആരാണ്? ബട്ടുകേശ്വർ ദത്തും ഭഗത് സിംഗും കൂടി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ നടുത്തളത്തിലേക്ക് ബോംബുകൾ എറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? ലോങ് ലീവ് റവല്യൂഷൻ എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, ലോങ് ലീവ് റവല്യൂഷൻ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ നടുത്തളത്തിലേക്ക് ബോംബ് എറിഞ്ഞ വ്യക്തികളാണ് ഭഗത് സിംഗും ബട്ടുകേശ്വർ ദത്തും. എന്നിട്ട് അവരെ കുറിച്ച് അവരുടെ ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖ്ദേവിന്റെയും എല്ലാം കോടതി മുറിയിലിരുന്നു ട്രയൽ നടക്കുന്ന സമയത്ത് ജഡ്ജ് ചോദിച്ചു, എന്തിനാ നിങ്ങൾ ആരെയും കൊല്ലാൻ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ഈ ബോംബ് ഇട്ടത്? ആരും മരിച്ചില്ല, ആർക്കും അഭയങ്ങളില്ല, ആരുമില്ലാത്ത സ്ഥലത്തേക്ക് ആ ബോംബ് ഇടുന്നത്, എന്തിനാ നിങ്ങൾ ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഭഗത് സിംഗ് പറഞ്ഞു, ബധിരകർണങ്ങൾ കേൾക്കണമെങ്കിൽ ശബ്ദം ഉച്ചത്തിലായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബോംബിട്ടുകൊണ്ട് എല്ലാവരുടെയും ബധിരകർണങ്ങൾ, ബ്രിട്ടീഷുകാരുടെ ബധിരകർണങ്ങൾ കേൾപ്പിക്കുന്നതിന് വേണ്ടി, തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബോംബ് എറിഞ്ഞത് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടായിരുന്നു. സോ ഭഗത് സിംഗും രാജ്ഗുരും സുഖ്ദേവും ചന്ദ്രശേഖർ ആസാദും ചേർന്ന HSRA, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഒക്കെ ആയി ഈ സൈമൺ കമ്മീഷനെതിരെ ഗംഭീരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായി എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അങ്ങനെ 1931 മാർച്ച് മാസം 23-ാം തീയതി ഈ 3 പേരെ, ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും തൂക്കിലേറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. 1931 മാർച്ച് മാസം 23-ാം തീയതി ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖ്ദേവിനെയും എന്ത് ചെയ്യുന്നു? തൂക്കിലേറ്റുന്നു. ഇവരുമായി ബന്ധപ്പെട്ട ഈ കേസിന് അറിയപ്പെടുന്ന പേരാണെന്ത്? ലാഹോർ കോൺസ്പിരസി കേസ്. എന്താണ്? ലാഹോർ കോൺസ്പിരസി കേസ്, ലാഹോർ ഗൂഢാലോചന കേസ് എന്നറിയപ്പെടുന്ന കേസ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ വൈ ഐ ആം എൻ എത്തിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ് എഴുതിയ പുസ്തകമാണ്, ജയിലിൽ ഇരുന്നു കൊണ്ട് എഴുതിയ പുസ്തകമാണ് വൈ ഐ ആം എൻ എത്തിസ്റ്റ്. വൈ ഐ ആം എൻ എത്തിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്?
ഭഗത് സിംഗ് ആണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇതിനുശേഷം ഇവര് മരണകാരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നമ്മൾ എവിടെ പഠിക്കും? 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത്, ഗാന്ധി ഇർവിൻ പാക്ട് സന്ധി പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി പോയിന്റുകൾ ഇതിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാം. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് ഇവരെ കുറിച്ച് ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. പക്ഷെ പഠിക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി ഇവരെ എന്ത് ചെയ്യുന്നു? സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷമാണ് 1930. ഡേറ്റ് ഓർത്ത് വയ്ക്കുക, മെയ് 27. 1930 മെയ് മാസം 27-ാം തീയതി എന്ത് ചെയ്യുന്നു? സൈമൺ കമ്മീഷനെതിരെ ഇത്രയെല്ലാം പ്രക്ഷോഭങ്ങൾ വന്നാലും അവര് റിപ്പോർട്ട് സമർപ്പിച്ചു. 1930 മെയ് മാസം 27. എന്താ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2-3 പോയിന്റുകൾ എന്ന് പറയുന്നത്? ഒന്ന്, ദ്വിഭരണം അവസാനിപ്പിക്കണം. ദ്വിഭരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു അല്ലെ, പ്രൊവിൻഷ്യൽ ഡയാർക്കി എന്ന് പറയുന്ന ഒരു സംഭവം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ദ്വിഭരണം എന്ന് പറഞ്ഞ് പഠിച്ചു. അത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് കമ്മീഷൻ റിപ്പോർട്ടാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. ദ്വിഭരണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാം കേട്ടോ. താഴെ തന്നിരിക്കുന്നതിനകത്ത് സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കാത്ത കാര്യം എന്ത് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ ദ്വിഭരണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ്, ബ്രിട്ടീഷ് ഇന്ത്യൻ ഫെഡറേഷൻ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യൻ ഫെഡറേഷൻ? ബ്രിട്ടീഷ് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ടിലുള്ള ഒരു പോയിന്റ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യൻ ഫെഡറേഷൻ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. ദ്വിഭരണം അവസാനിപ്പിക്കണം, ബ്രിട്ടീഷ് ഇന്ത്യൻ ഫെഡറേഷൻ രൂപീകരിക്കണം. പിന്നൊന്നോ, കമ്മ്യൂണൽ ഇലക്ടറേറ്റ്. കമ്മ്യൂണൽ ഇലക്ടറേറ്റ് തുടരണം. എന്താണ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? എന്താ 1909 ഓർമ്മയുണ്ടോ? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് മിന്റോ മോർലി റിഫോംസിൽ പറയുന്നു, ലോർഡ് മിന്റോയെ കമ്മ്യൂണൽ ഇലക്ടറേറ്റിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നു. മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് കൊണ്ടുവന്നു. അതിനെയാണ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ന് പറയുന്നത്. 1919 പിന്നീട് ഒരു 4 വിഭാഗക്കാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തി കമ്മ്യൂണൽ ഇലക്ടറേറ്റ് വിപുലീകരിച്ചു. ദെൻ സൈമൺ കമ്മീഷനകത്തും പറയുന്നു കമ്മ്യൂണൽ ഇലക്ടറേറ്റ് ഇനിയും വിപുലീകരിക്കണം. ഓക്കെ, അപ്പോ ദ്വിഭരണം അവസാനിപ്പിക്കണം, ബ്രിട്ടീഷ് ഇന്ത്യൻ ഫെഡറേഷൻ രൂപീകരിക്കണം, കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്ത് ചെയ്യണം? വിപുലീകരിക്കണം എന്നാണ് 1930 മെയ് 27 സമർപ്പിച്ച സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉത്തരവാദിത്ത ഭരണം പ്രോത്സാഹിപ്പിക്കണം. പഠിച്ചു കേട്ടോ, ഉത്തരവാദിത്ത ഭരണം, ഉത്തരവാദിത്വം കേട്ടോ, ഉത്തരവാദിത്ത ഭരണം പ്രോത്സാഹിപ്പിക്കണം അല്ലെ, റെസ്പോൺസിബിൾ ഗവൺമെന്റ് അല്ലെ, റെസ്പോൺസിബിൾ ഗവൺമെന്റ് പഠിച്ചു നോക്കിയ ഒരു 4 പോയിന്റ് കേട്ടോ. ദ്വിഭരണം അവസാനിപ്പിക്കണം, ബ്രിട്ടീഷ് ഇന്ത്യൻ ഫെഡറേഷൻ രൂപീകരിക്കണം, കമ്മ്യൂണൽ ഇലക്ടറേറ്റ് വിപുലീകരിക്കണം, ഉത്തരവാദിത്ത ഭരണം രൂപീകരിക്കണം എന്നെല്ലാം പറഞ്ഞ കമ്മീഷണർ റിപ്പോർട്ടായിരുന്നു 1930 മെയ് മാസം 27-ാം തീയതി സൈമൺ കമ്മീഷൻ സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിനെ അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ ശിവസ്വാമി അയ്യർ. എന്താണ് ശിവസ്വാമി അയ്യർ എന്ന് പറഞ്ഞു? അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട്, അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് പഠിച്ചു വയ്ക്കുക. അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന സൈമൺ കമ്മീഷനെ കുറിച്ച്, സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ടിനെ കുറിച്ച് പരാമർശിച്ച വ്യക്തിയാണ് ശിവസ്വാമി അയ്യർ. വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം, ശിവസ്വാമി അയ്യർ അസംബന്ധങ്ങളുടെ കുമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്ന് എന്തിനെയാണ് വിശേഷിപ്പിച്ചത്? എന്തിനെയാണ്? സൈമൺ കമ്മീഷന്റെ റിപ്പോർട്ടിനെയാണ്. മനസ്സിലായോ? അതൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചേക്കാം. ഇത്രയും പോയിന്റ് സൈമൺ കമ്മീഷനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് നോക്കുക. 1927 രൂപീകരിച്ചു. എന്തിനു വേണ്ടി രൂപീകരിച്ചു? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചു. ആ സമയത്തുള്ള പ്രൈം മിനിസ്റ്റർ ആണ്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ് സ്റ്റാൻലി ബാൾഡ്വിൻ എന്ന് പറയുന്നത്. ആ സമയത്തുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആണ് ലോർഡ് ബിർക്കിൻഹെഡ്. വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ ആയിരുന്നു. 7 അംഗ കമ്മീഷൻ ആയിരുന്നു. എല്ലാവരും ഇംഗ്ലീഷുകാരായിരുന്നു. അതുകൊണ്ട് ഇതിനെ ഓൾ വൈറ്റ് കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നു. സർ ജോൺ സൈമൺ ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? ക്ലെമന്റ് ആറ്റ്ലി. അദ്ദേഹം പിന്നീട് എന്തായി? ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി മാറി. ഇതിനറിയപ്പെടുന്ന യഥാർത്ഥ പേരെന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി
കമ്മീഷൻ എന്നായിരുന്നു. ഇവരെ ഇന്ത്യയിൽ വന്നത് 1928 ഫെബ്രുവരി മാസം 3-ാം തീയതി മുംബൈയിൽ വന്നു. റിപ്പോർട്ട് സമർപ്പിച്ചതോ 30 മെയ് 27. മദ്രാസിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1927 സമ്മേളനത്തിൽ ആരായിരുന്നു അധ്യക്ഷൻ? MA അൻസാരി എന്ത് ചെയ്തു? സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കി. അതിനുശേഷം മദ്രാസിൽ പ്രക്ഷോഭം നയിച്ച വ്യക്തി ആരായിരുന്നു? ടി പ്രകാശമായിരുന്നു. പക്ഷെ ഇതിനെതിരെ സൈമൺ ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യം കൊണ്ടുവന്ന ആളാരായിരുന്നു? യൂസഫ് മെഹർ അലി ആയിരുന്നു. അങ്ങനെ ഈ ഒരു പ്രക്ഷോഭത്തിലേക്ക് ലാത്തി ചാർജിനെ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് ജെയിംസ് എസ്കോട്ട്. അങ്ങനെ കൊല്ലപ്പെട്ട വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. അതിനുവേണ്ടി പ്രതികാരം ചെയ്തപ്പോൾ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരാൽ കൊല്ലപ്പെട്ട പോലീസുകാരനാണ് സാൻഡേഴ്സ്. ഇന്ത്യക്കാർ ആരൊക്കെയായിരുന്നത്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, ചന്ദ്രശേഖർ ആസാദ്. ചന്ദ്രശേഖർ ആസാദിനാൽ കൊല്ലപ്പെട്ട വ്യക്തിയാണ് ചന്നൻ സിംഗ്. ബഡ്ഗശർ ദത്തും പിന്നെ ഭഗത് സിംഗും കൂടി എന്ത് ചെയ്തു? ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ബോംബെറിഞ്ഞു അല്ലെ. ഈ കേസുകളെ വിളിക്കുന്ന പേരാണെന്ത്? ലാഹോർ കോൺസ്പിരസി കേസ്. അതുപോലെ ഭഗത് സിംഗിന്റെ ഒരു കൃതിയാണെന്ത്? വൈ ഐ ആം എൻ എത്തിയസ്റ്റ്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് ശിവസ്വാമി അയ്യർ വിശേഷിപ്പിച്ചത് എന്താ? അസംബന്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് എറിയപ്പെട്ട റിപ്പോർട്ട് എന്നാണ്. ഈ റിപ്പോർട്ടിൽ 3-4 പോയിന്റുകൾ പറഞ്ഞു. ഏതൊക്കെയാ പോയിന്റുകൾ? ദ്വിഭരണം അവസാനിപ്പിക്കണം, ബ്രിട്ടീഷ് ഇന്ത്യൻ ഫെഡറേഷൻ രൂപീകരിക്കണം, കമ്മ്യൂണൽ ഇലക്ടറേറ്റ് പ്രോത്സാഹിപ്പിക്കണം, ഉത്തരവാദിത്വ ഭരണം രൂപീകരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്ത ഭാഗങ്ങളെല്ലാം ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം. താങ്ക്